ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങൾ സാധാരണയായിട്ട് ഗുജറാത്തിൽ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വന്നപ്പോൾ കാലത്ത് ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ അവിടെയും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കാലത്ത് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കഴിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ബാക്കി ഉണ്ടെങ്കിൽ പിള്ളേർക്ക് അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ഒരു രൂപ വ്യത്യാസപ്പെടുത്തി വേറൊരു ഐറ്റമായി ഉണ്ടാക്കും. ഞാനിട്ടുള്ള പേരിനിട്ട ഇഡ്ഡലി ഫ്രൈ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പപ്പടം വറുത്തതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാക്കണ്ടെന്ന് വെച്ചിട്ട് അതന്നെ യൂസ് ചെയ്തത്. എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് വറ്റൽമുളകിട്ട് കറിവേപ്പിലിട്ട. അത് കഴിഞ്ഞ് സബോള ഒരെണ്ണം അരിഞ്ഞ് അതിട്ടു. അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിടുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഉപ്പിടുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്ന് റോസ്റ്റ് ആവണ വരെ നന്നായി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് റോസ്റ്റായി കഴിയുമ്പോൾ നന്നായിട്ട് ഇതാവണം അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉള്ളിയുടെ ഒരു പച്ച ചൊവ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് നന്നായി ഇളക്കി അതിൽ എന്താ പറയുക, ബ്രൗൺ കളർ പോലെയൊക്കെ ആവണ വരയ്ക്ക്. ഇന്ന് ചേട്ടൻ്റെ മോൾക്ക് കരോട്ടയ്ക്ക് പോകണമായിരുന്നു. അപ്പോൾ അവൾ എനിക്ക് നേരായി തുടങ്ങിയെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അത്ര ബ്രൗൺ കളർ ആക്കിയില്ല. പിന്നെ മുളക് നല്ല എരിവുള്ളതാണ് ഇപ്രാവശ്യം ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം, ഓപ്ഷൻ. ഞാൻ ഇന്ന് ഇട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ മോൾക്ക് നേരായി എന്ന് പറഞ്ഞപ്പോഴേ വേഗം ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ഗരം മസാല. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഗരം മസാല ഇടാ ചെയ്യുക, ചിലപ്പോൾ സാമ്പാർ പൊടി ഇടും. അത് ടേസ്റ്റ് ഒരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഗരം മസാല ഇട്ടത്. അത് നന്നായി ഇളക്കി ബാക്കി വന്ന ഇഡ്ഡലി ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അത് ഇട്ട് നന്നായി ഇളക്കുക. അത് ഒന്ന് റോസ്റ്റ് ആവണ വരെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തെ എന്താ പറയുക, തണുത്ത് ഇരിക്കുന്ന സാധനം ഒന്ന് ചൂടായി എല്ലായിടത്തും മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ. നമ്മുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കൊക്കെ കാലത്തെ ടേസ്റ്റിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്കൊരു നല്ലൊരു പലഹാരം. ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.